രേണു സുധി കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നാണിത്. കൊല്ലം സുധി മരിച്ച ശേഷം ആ മക്കളെ വളർത്താൻ അവർ തിരഞ്ഞെടുത്ത വഴികളുടെ പേരിലും ചെയ്ത വർക്കുകളുടെ പേരിലും അതിക്രൂരമായി സൈബർ ആക്രമണങ്ങളാണ് ഈ സ്ത്രീ നേരിട്ടിട്ടുള്ളത്. ഒരു ആൽബം ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വ്യാജ ആരോപണങ്ങൾ, മദ്യപാനിയും പുകവലിക്കാരിയുമായി ചിത്രീകരിക്കാൻ നടന്ന ശ്രമങ്ങൾ, കള്ളക്കടത്ത് നടത്തുന്നു എന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ, ഒടുവിൽ ഇൻസ്റ്റാഗ്രാമിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ വന്ന മോശം കമന്റുകൾ വരെ. ചുറ്റുമുള്ളവർ അമ്പെയ്യുമ്പോൾ പ്രതിരോധിക്കാൻ പോലുമാകാതെ അവർ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. പണത്തിന് അത്രമാത്രം ആവശ്യമുള്ളത് കൊണ്ടാണ് ചീത്തവിളികൾ കേട്ടിട്ടും അവർ സബ്സ്ക്രിപ്ഷനുമായി മുന്നോട്ട് പോയതെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവരെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ആരെയും കണ്ണീരണിയിക്കുന്നതാണ്. രേണുവിന് 3ാം ഘട്ട ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്ന ഈ കഠിനമായ സാഹചര്യത്തിലും കൂടെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർ നെഞ്ചു പൊട്ടി കരയുകയാണ്. ഒരു വശത്തെ രോഗത്തോടുള്ള കടുത്ത പോരാട്ടം, മറുവശത്ത് ചികിത്സയ്ക്കുള്ള പണത്തിനായുള്ള നെട്ടോട്ടം. ഇതിനിടയിലും ആ മക്കൾക്ക് വേണ്ടി താൻ ജീവിക്കുമെന്ന് അവരുടെ ആത്മവിശ്വാസം കാണുമ്പോൾ വലിയ ബഹുമാനം തോന്നുന്നു. ഇത്രയും നാൾ അവരെ വേട്ടയാടിയവർ ഇനിയൊന്നും മനസ്സിലാക്കണം. അവർക്ക് ഒപ്പമുള്ളത് അച്ഛനില്ലാത്ത ചെറിയ കുഞ്ഞു മക്കളാണ്. ഈ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ എത്രമാത്രം ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മൾ ആരും അവരെ വേദനിപ്പിക്കരുത്. വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി ഇനിയും അവരെ മാനസികമായി തളർത്തരുത്. ഈ കഠിനമായ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് തണലാകാൻ നിങ്ങൾ ഈ രോഗത്തെയും നിങ്ങളെ വേട്ടയാടിയ പ്രതിസന്ധികളെയും പൂർണ്ണമായി തോൽപ്പിച്ച് ശക്തമായി തിരിച്ചു വരണം. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനകളും സ്നേഹവും എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ.